Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. മിസ്സേ ഫുഡ് കഴിച്ചോ? Good evening. മിസ്സിന്റെ മാറിയോ? പനി മാറിയാ? മാറി എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നു തോന്നുന്നു. അപ്പൊ പെട്ടെന്നായിരുന്നു രാത്രി കുറച്ച് വയ്യായി ഉണ്ടായി. പക്ഷെ മാറുന്ന ടാബ്ലറ്റ് കഴിച്ചു വന്നു. ക്ലാസ് തീർക്കാനുണ്ടായിരുന്നല്ലോ, കുറച്ച് ഭാഗം നമ്മുടെ തെറ്റിങ് ഉണ്ടായിരുന്നതുകൊണ്ട് പോകുന്നതാ. പക്ഷെ എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ് എടുക്കാനായിട്ട്. അത് കംപ്ലീറ്റ് ചെയ്തു. കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തപ്പോ പെട്ടെന്ന് മാറും. അത് വെച്ചോണ്ടിരിക്കാനും കൂടുതൽ ദിവസം നമുക്ക് കുറച്ചുകൂടി കിടക്കാൻ പറ്റില്ല. ക്ലാസ്സുകൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കല്ലേ. പിന്നെ എല്ലാം എക്സാംസിലേക്ക് അടുത്തതുകൊണ്ടേ കുറച്ച് ബാച്ചസ് ഉണ്ട് അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ എക്സാമിലേക്ക് എത്തുന്നത്. അപ്പൊ അവരുടെയൊക്കെ പോർഷൻസ് കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണല്ലോ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ പോയിട്ട് ആൻഡ് വാട്ട് അബൌട്ട് യു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കണ മിസ്സേ. പഠിത്തം തുടങ്ങി. പഠിത്തമൊക്കെ എവിടെ വരെ ആയി? ഇനി മൊഡ്യൂൾ 1 മറന്നു പോയായിരുന്നു. അതെടുത്ത് നോക്കി പൊടികത്തി എടുത്താലേ അതിന് മൈൻഡിലേക്ക് വരുള്ളൂ. ഇപ്പൊ നമുക്ക് 3rd and 4th മൊഡ്യൂളിന്റെ എക്സാം ആണല്ലോ ആദ്യം വരുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. നമ്മള് അടയാളപ്പെടുത്തി തന്നതും അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കാം. മാത്രമല്ല ടെസ്റ്റ് നിങ്ങളുടെ നോട്ട്, പ്രിന്റഡ് നോട്ട് എന്തായാലും ഒരു 2-3 ആവർത്തി, ഇതിപ്പോ കോഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങളൊക്കെ ഒന്നും കൂടി വായിച്ചൊക്കെ പഠിക്കുക കേട്ടോ. വായിക്കുക. കാരണം നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് അതിന്റെ എന്താ പറയാ ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം എന്നുള്ളത് അറിയണ്ടേ? അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ പോവുക, ഇന്ന ഡിപ്പാർട്ട്മെന്റില് ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യേണ്ടവരാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് ആ സമയത്ത് പോയിട്ട് അയ്യോ ബുക്ക് മറിച്ച് നോക്കട്ടെ, ഈ ഡിപ്പാർട്ട്മെന്റ് എന്താണ്, ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യം നടക്കുന്നു എന്ന് അന്നേരം പോയി നമുക്ക് റെഫർ ചെയ്യാൻ ഇടവരാതെ പഠിച്ച് വായിച്ച് മനസ്സിലാക്കി പഠിച്ചൊക്കെ പോകുക. അറിയാം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 3rd and 4th മൊഡ്യൂൾ കുറച്ച് ടഫാണ്. അതിന്റെ കാരണം ഇതാണ്, അതായത് മറ്റേ 1-2 മൊഡ്യൂളിൽ കൂടുതലും എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, അതുപോലെ തന്നെ എന്താ പറയാ മറ്റ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് 3rd and 4th മൊഡ്യൂളുകളിൽ വരിക. പിന്നെ അതിന്റെ അഷുറൻസ്, നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ക്വാളിറ്റി, അതിന്റെ ഗുഡ്വിൽ അഷ്വർ ചെയ്യുന്ന, ഉറപ്പുവരുത്തുന്ന ചില അക്രഡിറ്റേഷൻസും മറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിക്കുന്ന നിയമങ്ങളും ഒക്കെയാണ് അതിനകത്ത് വരിക. 3rd and 4th മൊഡ്യൂളുകളിൽ വരിക. ഓക്കെ. അപ്പൊ അതൊക്കെ കുറച്ച്, അപ്പൊ അത് കാരണം എന്താണ്, മറ്റേത് നമുക്ക് ഇന്ന രോഗം ഇന്ന ട്രീറ്റ്മെന്റ് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് അല്ലെ? ഈ മാക്സിമം സോഷ്യലൊക്കെ പോലെ ഇരിക്കും. മാക്സിമം നമുക്ക് പഠിക്കാൻ എങ്ങനെയാ ഒരു കാര്യം, അതിന്റെ ആ ഒരു വേ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന രീതിയിലാണ് അത് എത്തേണ്ടത്, അതിന്റെ ഇക്വേഷൻസോ ഫോർമുലാസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് പിന്നെ ഏത് വന്നാലും നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഒരു വിധമൊക്കെ. ഓക്കെ. അതേസമയം സോഷ്യലും ഇതൊക്കെയാണെങ്കിൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കി പഠിച്ചെടുക്കണം. ഇന്നതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതായിരിക്കും അല്ലെ? അത് ഇച്ചിരി ആ ഒരു കമ്പാരിസൺ പോലെയാണ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും 3rd and 4th മൊഡ്യൂളും കൂടി വരിക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. പഠിച്ചാലൊക്കെ ക്ലിയർ കിട്ടും എന്തായാലും. ഒരുപാട് ഇപ്പൊ കുറച്ച് പരീക്ഷകളൊക്കെ ഓൾറെഡി കഴിഞ്ഞു പോയി, മാർക്കുകളൊക്കെ പിള്ളേർ സ്കോർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടിയും നമ്മളുടെ സ്വന്തം അറിവിലേക്കായിട്ടും ഒക്കെ നമ്മൾ പഠിക്കണം. അത്തരം കാര്യങ്ങൾ പുതിയ കോഴ്സ് പഠിച്ചത് അപ്പൊ പിന്നെ വെറുതെ ആയിരിക്കും കളയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഞാൻ ആകെ 2 ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ. അവേഴ്സ് നമുക്ക് ഒരാഴ്ചയിൽ ഒരു അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ നമുക്ക് കുറച്ച് ചാപ്റ്റർ എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ആ ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് നമ്മൾ കുറച്ച് മുന്നേ എടുത്തത്.
വെച്ചത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തരാം. മെഡിക്കൽ ഇൻഷുറൻസിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ മാർക്ക് ചെയ്തൊക്കെ തന്നിരുന്നു. അപ്പൊ നിങ്ങൾ അതും പഠിക്കാം. മെഡിക്കൽ റെക്കോർഡ്സ് കുറച്ച് ഡിസ്റ്റന്റിൽ പഠിച്ചതായതുകൊണ്ട് ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്താലോ? ഇവിടെ പ്രസന്റേഷൻ ഒന്നും ഇല്ല കേട്ടാ. അപ്പൊ നിങ്ങളുടെ കയ്യില് നോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ഒരു 10 ക്വസ്റ്റ്യൻ തരും. അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ പറഞ്ഞതിന് ശേഷം അടുത്ത 10 തരാം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് കുറെ ചോദ്യം കാട്ടി ചിലപ്പോ അതിന്റെ ആൻസേഴ്സ് കൂടെ എന്താ പറയാ ഡിക്റ്റേറ്റ് ചെയ്ത് പോകാനുള്ള സമയം ചിലപ്പോ കിട്ടിയത് വരില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഒന്ന് എഴുതിയെടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റെഡി ആയോ? നോട്ട് ബുക്ക് ഒക്കെ ഉണ്ടോ കയ്യില്? വേഗം ഒന്ന് എഴുതിയെടുക്കാം കേട്ടാ. ഡാഷ് ആർ കെപ്റ്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. ഡാഷ് ആർ കെപ്റ്റ്. Dash are kept as a guide to consultants, ഒരു S കൂടി ചേർക്കണം, consultants for medical statistics research, and security of physician, hospital staff against unfair criticism. Dash are kept as a guide to consultants for medical statistical research and security of the physician, hospital staff on against unfair criticism. That's the question. And the second one, when the hospital lets in a patient, അനുവദിക്കകത്തേക്ക് വരാൻ അനുവദിക്കുമ്പോൾ, when a hospital lets in a patient, it enters into a dash to provide services in care and treatment of the patient. Next. Another question. Dash are normally a measure set by an expert authority. Dash are normally a measure set by an expert authority as a rule for measuring quantity or quality. Dash are normally a measure set by an expert authority as the rule for measuring quantity or quality. And the next question. In accordance with accordance with dash is normally a condition of normally a condition of licensing, accreditation,
ACCREDITAT, accreditation or payment of service, or payment of service. Next one, and the question. A physician apostrophe S nota. A physician's assessment is completed within the first dash, within the first dash of admission to inpatient departments. Inpatient departments. Next one. Dash is written at the termination of hospitalization, summarizing, SUMMARISING, summarizing the reason for hospitalization, comma, procedures done, comma, treatments provided, etc. Treatments provided, etc. Next one. Another question. In numbering system, dash numbers are normally used. For outpatients and inpatients. In numbering system, dash numbers are normally used for outpatients and inpatients. Next one. Each patient will have one unit records, and one dash used for all episode of care. Next one. Another question. Dash is designed with, DESIGNED, designed with important identification, information for new patient registered, in central registration area. Okay, next question.
records should be each patient will have ഒന്നുകൂടെ പറയോ ഏതാണ് ഏതാ each patient will have ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുമ്പോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ലാസ്റ്റ് അത് എന്താ പറയാ ഞാൻ ഉദ്ദേശിച്ചത്രയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിയുമ്പോൾ ആരെങ്കിലും ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും, ടൈപ്പ് ചെയ്ത് തരും കേട്ടോ. അന്നേരം അത് നോക്കിയെടുക്കുക. ഓക്കെ. ആൻഡ് ഓൺ ടൈമിൽ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുക. നമ്മൾ കയറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് കയറുക. കറക്റ്റ് 30ക്ക് നമ്മളിവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എന്റെ ഐഡിയോടെ ഞാൻ പറഞ്ഞേട്ടാ. ഓക്കെ. ഡാഷ് ഓഫ് outpatients should be scaled by medical record departments in the patient's records. In the patient's records. Medical record department അത് സ്കെയിൽ ചെയ്ത് മെഷർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് വെക്കേണ്ട റിപ്പോർട്ടുകൾ ഏതാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഐ തിങ്ക് ഇപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ ആയോ? യെസ്. സോ നൗ യു ക്യാൻ ആൻസർ ഇറ്റ്. വേഗം തന്നെ ആ 10 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പെട്ടെന്ന് ഒന്ന് എഴുതി വെക്കാം. എന്നിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങളത് ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യോ പറയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മളത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, വിളിച്ചാൽ മതി. അന്നേരം ഞാൻ അൺമ്യൂട്ട് ചെയ്തോളാം കേട്ടോ. അതർവൈസ് ഇങ്ങനെ തന്നെ പോട്ടെ. അല്ലെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് കിട്ടില്ല. അവർക്ക് ആ ഒരു സൗണ്ട് ബ്രേക്ക് വരും, എക്കോ വരും. അപ്പൊ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അന്നേരം ഞാൻ ഇത് അൺമ്യൂട്ട് ചെയ്തോളാം. ഓക്കെ. Yes, write down the answers. 10 എണ്ണത്തിന് വേഗം എഴുതണേ. 10 എണ്ണം എഴുതാനായിട്ട് 5 മിനിറ്റ് പോലും വേണ്ട കേട്ടാ. ചെറുപഴേ എന്നുള്ള എഴുതിക്കോ. എന്നാലും അടുത്ത ക്വസ്റ്റ്യൻസ് തരാൻ പറ്റും. മതി. എഴുതാൻ പറ്റിയത്ര എഴുതുക. അതല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും എഴുതാൻ എന്താ പറയാ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കാനായിട്ട് വിട്ടുപോയെങ്കിൽ നിങ്ങളത് ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. സോ ദാറ്റ് അവരത് തരും. എന്തായാലും തരാതൊന്നും ഇരിക്കില്ല അല്ലെ. എഴുതി കൊടുത്ത ക്വസ്റ്റ്യൻസ് അവർ തരും. ക്വസ്റ്റ്യൻസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ ആൻസർ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഫസ്റ്റ് ആൻസർ. വാട്ട് ഇസ് ദ ഫസ്റ്റ് ആൻസർ? ഒന്നാമത്തെ ആൻസർ എന്താ? Dash are kept as a guide to consultants. ഒരു ഹോസ്പിറ്റലിലെ കൺസൾട്ടൻസിന് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ എന്താ പറയാ നമ്മളുടെ ഡോക്ടേഴ്സും അതുപോലെ ഹോസ്പിറ്റലിന്റെ സ്റ്റാഫും അവർക്കെതിരെ ഉണ്ടാകാവുന്ന ചില അൺഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസംസ്, ചില വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വരുമല്ലോ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ, അറിഞ്ഞാലും കൊള്ളാം അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം, എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹോസ്പിറ്റൽസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ആളുകൾ അത്തരം വിമർശനങ്ങൾ എന്ത് ചെയ്യും, ഉയർത്തി വിടും. അപ്പൊ അതൊക്കെ വലിയ കോലാഹലങ്ങളിലേക്കൊക്കെ പോകും അല്ലെ. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതെന്താ? each and every details of the patient should be recorded. ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പ്രൂഫ് ആയിട്ട് എവിഡൻസ് ആയിട്ട് അവരുടെ മുമ്പിൽ നിർത്താൻ പറ്റും. അല്ല അയ്യോ അതിന്റെ റെക്കോർഡ് ഞങ്ങൾ സൂക്ഷിച്ചില്ല, എന്ത് മരുന്ന് കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അത് കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ എന്നൊക്കെ പറഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനൊരു സൊല്യൂഷൻ അല്ല അല്ലെ. അതിന് നല്ല രീതിയിലുള്ള സൊല്യൂഷൻ ആയിരിക്കോ? അപ്പൊ ഈച്ച് ആൻഡ് എവറിത്തിങ് ഷുഡ് ബി റെക്കോർഡ്. എല്ലാ കാര്യവും റെക്കോർഡ് ചെയ്ത് വെക്കണം. നമുക്കറിയാം ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതിന് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഉള്ളൂ. അതല്ല എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കലാശിക്കും. സോ നമുക്കറിയാം ഹോസ്പിറ്റൽസ് ഓൾസോ ആർ ഡൂയിങ് സം കൈൻഡ് ഓഫ് ബിസിനസ്. തീർച്ചയായിട്ടും അവിടെയും ഒരു തരത്തിലുള്ള ബിസിനസ് തന്നെയാണ്. അപ്പൊ അത്തരം ബിസിനസ് സംരംഭങ്ങളിൽ ഉണ്ടാകുന്ന ചില പാകപ്പിഴകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ മെഡിക്കൽ റെക്കോർഡ്സ് സഹായിക്കും. ഓക്കെ. സോ ദ ഫസ്റ്റ് ആൻസർ ഈസ് മെഡിക്കൽ റെക്കോർഡ്. രണ്ടാമത്തെ എന്താ?
when the hospital lets in a patient, it enters into a dash to provide എന്താ പറയാ needed care and also treatment. ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റുകൾ വരുന്നത്, പേഷ്യന്റ് ആയിട്ട് വരുന്നതിന്റെ കാര്യമാണ്, ആളുകളെ കാണാൻ വരുന്നതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമ്മളൊരു പേഷ്യന്റ് എന്താ പറയുക ഒപിയിൽ വന്ന് ചീട്ടെടുക്കുന്നു, ഡോക്ടറെ കാണണം അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വരികയാണെങ്കിൽ there is a contract. നമുക്കറിയാം അങ്ങനെ കയറുമ്പോ തന്നെ അവിടെ ഒരു തരം കോൺട്രാക്ട് ആണ്, കരാറാണ്. എഴുതി പറയൊന്നും വേണ്ട, അതെ ഞാൻ ഇങ്ങനെ ഡോക്ടറെ കാണാൻ പറ്റും, വരുമോ തരുമോ, ഞങ്ങൾക്ക് ചികിത്സ തരുമോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ ഒപിയിൽ പോയി ടിക്കറ്റ് എടുത്ത് നമ്മൾ ഡോക്ടറെ കാണാനാണ് ചെല്ലുന്നതെങ്കിൽ there is an implied contract between the hospital and also the patient. ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിലൊരു ഇംപ്ലൈഡ് കോൺട്രാക്ട് അവിടെ ഉണ്ടാകുന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറിൽ നിന്ന് ആ ഒരു കോൺട്രാക്ട് അവിടെ രൂപീകൃതമാകുകയാണ്. അല്ലാണ്ട് നമുക്ക് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഗ്രിമെന്റ് ഒക്കെ എഴുതി ഒപ്പൊക്കെ വെച്ച് സീലൊക്കെ വെച്ച് അതിനൊരു വാലിഡിറ്റി കൊടുക്കാൻ വേണ്ടി റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് എഴുതി തയ്യാറാക്കാം. പക്ഷെ ഹോസ്പിറ്റലിൽ അങ്ങനെ റിട്ടേൺ അഗ്രിമെന്റ് ഒന്നും എഴുതി കൊടുക്കണ്ട. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചീട്ടെടുക്കുന്നത് തീർച്ചയായും ഏതെങ്കിലും രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ അവിടെ ഉണ്ടാകുന്ന ഒരു ഇംപ്ലോയിഡ് കോൺട്രാക്ട് ആണ്. മറ്റൊരു ഇംപ്ലോയിഡ് കോൺട്രാക്ട് ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് അല്ലെ, പ്രൈവറ്റ് ബസ്സസിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. when we enter into the bus, നമ്മൾ ബസ്സിൽ കയറുന്നു ആൻഡ് വി ടേക്ക് എ ഫെയർ, നമ്മളൊരു ഫെയർ അവിടെ കൊടുത്ത് നമ്മൾ അവിടെ ഒരു സീറ്റ് നമ്മൾ കയറിയിരിക്കുന്നു. So there is an implied contract between the bus company and also the passenger. ആ പാസഞ്ചറും ആ ബസ് കമ്പനി, അതായത് ബസ്സിന്റെ ഓണറോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോ അവർ തമ്മിൽ നമുക്കൊരു കോൺട്രാക്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെയും പറയേണ്ട ആവശ്യമില്ല, അവിടെ ഒരു ഇംപ്ലോയിഡ് കോൺട്രാക്ട് ഉണ്ട്. ആ ഫെയർ ഞാൻ സ്വീകരിക്കുമ്പോൾ, അതായത് അവർ തന്ന ബസ് ഫെയർ സ്വീകരിച്ചിട്ട് ആ ആളെ പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചു കൊടുക്കുക, അവിടെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്ന ആ ഇംപ്ലോയിഡ് കോൺട്രാക്ട്. മനസ്സിലായോ? അപ്പൊ ഒരു ഇംപ്ലോയിഡ് കോൺട്രാക്ട് ആണ് അവിടെ ഉണ്ടാകണേന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ എന്താ അടുത്തത്? അടുത്ത ആൻസർ മൂന്നാമത്തെ ആൻസർ ആണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ തേർഡ് ആൻസർ? ഡാഷ് ആർ നോർമലി ഇല്ലേ, ഉത്തരവില്ല. A set of measures set by an expert authority. അതായത് ഏതെങ്കിലും നമുക്കറിയാം ഏത് ബിസിനസ് സംരംഭമായാലും ഉണ്ടല്ലോ, എന്ത് കാര്യമായാലും നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ we will set a standard. ഫസ്റ്റ് നമ്മളൊരു സ്റ്റാൻഡേർഡ് അവിടെ എസ്റ്റിമേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താനായിട്ട് ശ്രമിക്കും. ഇഫ് യു റീച്ച് ദാറ്റ് സ്റ്റാൻഡേർഡ്, നമ്മൾ അവിടേക്ക് ആ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ there will be a success. അവിടെ നമുക്കൊരു വിജയം ഉണ്ടാകാം. ആൻഡ് ബിയോണ്ട് ദാറ്റ് സ്റ്റാൻഡേർഡ്, നമുക്ക് അതിനേക്കാൾ ഉയർന്ന രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാലും നമ്മളൊരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആയിരിക്കും അവിടെ കാഴ്ചവെക്കുക. അത് ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഓരോ കാര്യങ്ങൾക്കും ഓരോ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എൻ്റർ ചെയ്യുന്ന എംപ്ലോയിനോട് ആ ബിസിനസ്സുകാരൻ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം ഇതാണ്, അത് അവിടെ നേരത്തെ കൂടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ വരെയെങ്കിലും അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അവിടെ വരെയെങ്കിലും അതിനേക്കാൾ അപ്പുറം പോകാൻ കഴിവുള്ള ആളുകളും ഇന്നുണ്ട്. ഒത്തിരി കഴിവുള്ള ആളുകളൊക്കെ നമുക്കുണ്ട്. ഓക്കെ, നമുക്ക് ചുറ്റുമുണ്ട് കഴിവുള്ളവര്. അപ്പൊ ആ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ അവിടേക്ക് എത്താനായിട്ട് ശ്രമിക്കണം. അത് എന്തായിരിക്കും, നമുക്ക് ആ ഒരു ജോലി സ്ഥിരമായിട്ട് നിൽക്കാൻ, ജോലിയിൽ സ്ഥിരമായി നിൽക്കാനുള്ള ഒരു എന്താ പറയാ ഒരു വലിയ ഒരു മാനദണ്ഡമായിരിക്കും അല്ലേ അത്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് സെറ്റ് ചെയ്യുന്നത് എക്സ്പേർട്ടുകളാണ്. അത് ഓരോ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത്. അത് എന്താ പറയാ എണ്ണമാകാം, ക്വാളിറ്റി ആകാം, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് അവിടെ കീപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ചില എന്താ പറയാ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ചില സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം, ചില വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നതാകാം. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ യു ഹാവ് ടു പ്രൊഡ്യൂസ് അപ് ടു 25 യൂണിറ്റ്സ്. ഇന്ന് വൈകുന്നേരമാണ് ഓരോ ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് 25 യൂണിറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. എങ്കിൽ ആ 25 വരെ എന്നുള്ളതാണ്. അപ്പൊ 25 ഒരു സ്റ്റാൻഡേർഡ് വെച്ചേക്കണ്ട. അതിനേക്കാൾ മുകളോ അതില്ലെങ്കിൽ അത്രയുമോ ആക്കി കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അതിന് താഴെ പോകുമ്പോൾ എന്തായി, നമ്മുടെ പെർഫോമൻസ് ലെവൽ അത്രയധികം നല്ലതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? അപ്പൊ സ്റ്റാൻഡേർഡ് ആണ് എക്സ്പെർട്ട് കീപ്പ് ചെയ്യുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞപ്പോ അതിന്റെ കൂടെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു മാത്രം, നിങ്ങളൊക്കെ ഇങ്ങനെ റിസൈൻ ചെയ്ത് ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടാ. രണ്ടാക്കി വേണ്ട, ഞാൻ പറയുന്നില്ല ഇനി. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആൻസർ? അതും സ്റ്റാൻഡേർഡ്സ് തന്നെയാണ്. അക്കോർഡിംഗ്സ് വിത്ത് ദ ഡാഷ് നോർമലി കണ്ടീഷൻ. അതായത് ഈ സ്റ്റാൻഡേർഡുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ഹോസ്പിറ്റൽസ് പോലെയുള്ള മറ്റു ബിസിനസ് ഓർഗനൈസേഷൻസിന് അതിന്റെ ലൈസൻസ് കിട്ടുന്നത്, അതിന്റെ അക്രഡിറ്റേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ തരുന്ന സേവനങ്ങൾക്ക് സർവീസസിന് അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നതൊക്കെ ഈ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തതാണ്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അല്ലെ? ഇപ്പൊ ഒരു പുതിയ ഒരു എംപ്ലോയിനെ ഒരു ജോലിക്ക് വേണ്ടി എടുത്തുകളെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഒരു ടീച്ചറിന്റെ ഒഴിവുണ്ട്, അപ്പൊ ടീച്ചറിന് ആവശ്യമുണ്ട്. സോ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എന്താ പറയാ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ കണ്ടന്റ്, അത് ആ കുട്ടികളിലേക്ക് അത് കൃത്യമായിട്ട് കൺവേ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം അല്ലെ? നമുക്കിപ്പോ ചിലപ്പോ മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ വായിക്കുമ്പോ, പക്ഷെ അത് ഷുഡ് ബി കൺവേഡ് ടു സ്റ്റുഡൻസ്. അത് സ്റ്റുഡൻസിലേക്ക് കൺവേ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി, ഒരു കഴിവ്. അതാണ് എന്താ പറയാ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും അധികം വേണ്ടത്. നമ്മൾ ചിലപ്പോ ഒത്തിരി വലിയ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തും ഒക്കെ ഭയങ്കര കഴിവുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു കൺവേയിങ്, ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റീവ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ വ്യത്യാസതകൾ ഉള്ളത് കൊണ്ട് ചിലവർക്ക് അത് ചിലപ്പോ ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ, അത് അങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്കത് ക്ലിയർ ആവുന്നില്ല. പക്ഷെ ആൾക്കാർക്ക് ഇല്ലാഞ്ഞിട്ടാണെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടേ? ഒരിക്കലും അങ്ങനെ അത് എന്താ പറയാ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ആൾക്കറിയാം, പക്ഷെ ആ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു രീതി, ആ ടൈപ്പ്, അതിലായിരിക്കും വ്യത്യാസം വരിക. അപ്പൊ ആ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നമ്മൾ ഇങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ, ഇഫ് ദാറ്റ് എംപ്ലോയി കനോട്ട് റീച്ച് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താനായിട്ട് ആ എംപ്ലോയിക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസമൊക്കെ ട്രൈ ചെയ്ത് നോക്കുള്ളൂ, ഒരു ട്രയൽ പോലെയൊക്കെ കൊടുത്തു നോക്കും. ആൻഡ് ഇഫ് ദേ ആർ നോട്ട് റീച്ചിങ് ദാറ്റ് പർട്ടിക്കുലർ ലെവൽ, ആ ഒരു ലെവലിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചില്ല എങ്കിൽ have to be dropped. അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണം, മാറ്റണം, വിഡ്രോ ചെയ്യണം, അല്ലെ? റിലീസ് ചെയ്യണം. അപ്പൊ അവരെ ചിലപ്പോൾ നമുക്ക് അവിടുന്ന് മാറ്റേണ്ടി വരും. കാരണം അത് അങ്ങോട്ട് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ എല്ലാ ബിസിനസ്സിലും ഉണ്ട്, ഓരോ സർവീസസിലും ഉണ്ട് അങ്ങനെ തന്നെ, അല്ലെ? അപ്പൊ അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ? 24 hours ആണ്. ഏതായിരുന്നു ക്വസ്റ്റ്യൻ? എ ഫിസിഷ്യൻസ് അസസ്മെന്റ് കംപ്ലീറ്റഡ് വിത്തിൻ ദ ഡാഷ് ഓഫ് അഡ്മിഷൻ ഓഫ് ഇൻപേഷ്യന്റ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളെ അഡ്മിറ്റ് ചെയ്തു, പെട്ടെന്ന് വലിയ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു. എന്നാൽ അങ്ങനെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കട്ടെന്നാണോ? അല്ല, അതിനുശേഷം 24 മണിക്കൂറിനുള്ളിലെങ്കിലും ആ രോഗിയുടെ കംപ്ലീറ്റ് അസസ്മെന്റ് ചെയ്തിരിക്കണം. 24 മണിക്കൂറാണ് കേട്ടോ. അതായത് എന്താണ് രോഗം എന്ന്, അതിന്റെ സിറ്റുവേഷനും കണ്ടീഷൻസും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ആ ഡോക്ടർ തയ്യാറായിരിക്കണം. അപ്പൊ 24 hours ആണ് ഒരു എന്താ പറയാ മാക്സിമം ടൈം. മാക്സിമം ടൈമാണ് കേട്ടോ, മിനിമം ടൈം അല്ല. അപ്പൊ അതിനുള്ളിലെങ്കിലും ആ രോഗിയെ പോയിട്ട് നോക്കി ആളുടെ രോഗവും മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിരിക്കണം എന്നാണ്. വിത്തിൻ 24 hours ആണ് കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, dash is written at the time of termination of hospitalization. രോഗി ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ഒക്കെ ചെയ്ത് ആളുടെ അഡ്മിഷൻ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്ന ആ കാര്യം ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റുക, ഇല്ലാതാക്കുക. ദാറ്റ് മീൻസ് അഡ്മിഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ മാറ്റുന്നു. അഡ്മിറ്റഡ് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. അന്നേരം ഉണ്ടാകുന്ന ആ റിട്ടേൺ ഡോക്യുമെന്റിന്റെ പേരെന്താ? ഡിസ്ചാർജ് സമ്മറി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഇൻ നമ്പറിംഗ് സിസ്റ്റം. അതാണോ ചോദ്യം? വേഗാവട്ടെ, അടുത്തത് അതാണോ ചോദ്യം? യെസ്, ഇൻ നമ്പറിംഗ് സിസ്റ്റം. അപ്പൊ നമ്മള് ഓരോ എന്താ പറയാ പേഷ്യൻസ് ഹോസ്പിറ്റൽസിൽ വരുമ്പോ ഒരു രജിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ട്, സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയ. നമ്മൾ വരുന്ന പേഷ്യൻസിനെ ഒക്കെ അവരുടെയൊക്കെ പേരുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു കേന്ദ്രം ഉണ്ട് അവിടെ. ആ ഏരിയയിൽ എല്ലാവരുടെയും പേരുകളും വിവരങ്ങളും ഒക്കെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്, ആ പേഷ്യന്റ് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്, ഒരു ഏരിയ ഉണ്ട്. അവിടെ പേരുകളൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കണം. സോ ദാറ്റ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ നമ്പർ വിൽ ബി പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. ഈ പേഷ്യന്റുകൾക്ക് ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യും. ആ നമ്പറിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? അതെന്ത് സിസ്റ്റം ആയിരിക്കും? 6 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ 6 ഡിജിറ്റ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ, അല്ലെ? 6 ഡിജിറ്റ്. യെസ്, നെക്സ്റ്റ് ആൻസർ എന്താ? അടുത്തത്, ഈച്ച് പേഷ്യന്റ് വിൽ ഹാവ് 1 യൂണിറ്റ് ഓഫ് റെക്കോർഡ് ആൻഡ് 1 പെർമനന്റ് നമ്പർ. 1 യൂണിറ്റ് ഓഫ് റെക്കോർഡ്. ഓരോ പേഷ്യൻസിനും 1 യൂണിറ്റ് ഓഫ് റെക്കോർഡേ ഉണ്ടാകാൻ പാടുള്ളൂ, വളരെ റെക്കോർഡൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളിവിടെ ഈ പാഠത്തിൽ തന്നെ പഠിച്ചതാണ് കേട്ടോ, അല്ലെ? കുറെ റെക്കോർഡൊക്കെ ഒരേ പേഷ്യൻസിന് വരുമ്പോ എന്ത് ചെയ്യണം? എല്ലാ റെക്കോർഡുകളും ഒന്നാക്കി മാറ്റണം, ബാക്കിയുള്ളതിനെയൊക്കെ ക്യാൻസൽ ചെയ്ത് കളയണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇവിടെ എല്ലാ പേഷ്യൻസിനും ഒരു റെക്കോർഡേ പാടുള്ളൂ. ആ ഒരു റെക്കോർഡിന് ഒരു എന്തുണ്ടായിരിക്കും? ഒരു പെർമനന്റ് നമ്പർ അതിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു ഡാഷിൽ ആൻസർ പെർമനന്റ് നമ്പർ, 1 യൂണിറ്റ് ഓഫ് റെക്കോർഡ് ആൻഡ് 1 പെർമനന്റ് നമ്പർ. നെക്സ്റ്റ് വൺ, അടുത്തത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്? അതായത് ഒരു ഇൻഡെക്സ് ആണ്. പേഷ്യന്റുകളൊക്കെ വന്ന് ആ സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയയിൽ അവരുടെ പേര്, വിവരങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഇൻഡെക്സ്,
അതിന്റെ ആ ഒരു നമ്പറുകളൊക്കെ ഇട്ട് പേഷ്യൻസിന്റെ പേരിനൊക്കെ ആൽഫബറ്റിക് ഓർഡറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ക്രോണോളജിക്കൽ ഓർഡർ ആയിരിക്കുള്ളൂ. ആൽഫബറ്റിക്കൽ അല്ല, അത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അത് ആൽഫബറ്റിക്കൽ ഓർഡർ പോകും, അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ ആണ്. എന്താ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്? പറഞ്ഞുണ്ടല്ലോ, അതായത് വരുന്ന സമയത്തിനനുസരിച്ച് ഓരോ വരുന്ന പേഷ്യൻസ് വരുന്ന സമയത്തിന്റെ ഓർഡർ അനുസരിച്ച്. ഇപ്പൊ 10 മണിക്ക് ഒരാൾ വന്നു, 10:02 അടുത്ത ആൾ വന്നു, അടുത്ത ആൾക്ക് താഴെ ആയിരിക്കും. 10:05 മറ്റൊരാൾ വന്നു, അത് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലോ ഒക്കെ രജിസ്ട്രേഷൻ കൗണ്ടർ അല്ലെങ്കിൽ സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയയിൽ നമ്മളവിടെ എല്ലാവരുടെയും പേരുകളും മറ്റു വിവരങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു റെക്കോർഡ്സിനകത്ത് വരുന്ന പേര് വിവരങ്ങളെയാണ് നമ്മൾ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഉണ്ടോ? കഴിഞ്ഞോ? 10 ഡാഷ് റിപ്പോർട്ട്സ് ആണ്. ഒരു റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്ത് റിപ്പോർട്ടായിരിക്കണം? അതായത് റിപ്പോർട്ടുകൾ സ്വീകരിച്ച് അത് മെഷർ ചെയ്ത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുകള് ഓരോ പേഷ്യൻസിന്റെ റെക്കോർഡ് പ്രകാരം അത് കീപ്പ് ചെയ്യണം. എന്ത് റിപ്പോർട്ടാ? ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ. അതായത് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി അതിന്റെയൊക്കെ റിപ്പോർട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ കൃത്യമായിട്ട് വാങ്ങിച്ച് അതൊക്കെ അസസ് ചെയ്ത് നോക്കി, മെഷർ ചെയ്തൊക്കെ നോക്കി പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന വസ്തുക്കളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതിന്റെ റിസൾട്ടുകളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടോ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യണം? അത് കീപ്പ് ചെയ്യണം. അതിന് ആ റെക്കോർഡുകളൊക്കെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകളായിരിക്കും. കേട്ടല്ലോ? ഇനി എന്തെങ്കിലും ഉണ്ടോ അടുത്തത്? ഇല്ലല്ലോ. അടുത്ത 10 ക്വസ്റ്റ്യൻ പറയട്ടെ. കംപ്ലീറ്റ് ആയില്ലേ? 10 ആദ്യത്തെ 10. സോ ദ നെക്സ്റ്റ് 10 പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. Dash copies should be received by hospitals in case of referral of a patient. Dash copy should be received by the hospital in case of referral of a patient. Referral വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ കാര്യങ്ങളെ സംബന്ധിക്കുന്ന കുറച്ച് കോപ്പീസിന്റെ എണ്ണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര കോപ്പി വെക്കണമെന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. All dash reports of a casualty patient all dash reports of a casualty patient are affixed to the casualty form. Next question. The dash office will be working. Dash office will be working around the clock and is responsible for admission of patients. Dash office will be working around the clock and is responsible for the admission of patients. Yes, next one. அடுத்தது, the patients who ran away from the hospitals or found to be missing from the wards ward, W-A-R-D, wards, is called dash.
Next one. In the absence of dash, the declaration can be the declaration of patients can be declaration of patients can be recorded. Declaration of patients can be recorded in the presence of treating physician, comma, nurse, and the hospital administrator. Okay. Okay, next one. The dash record should be kept by MRO, medical record officer, by MRO without filing, and should trace out the original record. Dash record should be kept by MRO without file. File ചെയ്യാണ്ട് ആ റെക്കോർഡ് കയ്യിൽ സൂക്ഷിച്ചോണം. എന്നാൽ അതിന് ഉള്ളിൽ തന്നെ എന്ത് ചെയ്തോളണം? താൽക്കാലിക കാര്യങ്ങളൊക്കെ നടത്തി, പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ ശരിക്കുള്ള ഒറിജിനൽ കോപ്പി ഒക്കെ കണ്ട് പിടിക്കണം. അത് ട്രേസ് ഔട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് വൺ. അടുത്തത് dash register retained in the dash register retained in the accident and emergency departments, under the control of chief medical officer. Next one. Dash are those who are looking after the patients, including medical, nursing, and paramedical personnel, the staff of MRD,
Next one. அடுத்த question. Events like dash, event, EVENTS, events like dash have to be reported to civil registration authorities. Civil registration authorities. AUTHORITIES. Civil registration authorities. എത്ര ക്വസ്റ്റ്യൻ ആയി? എത്രണ്ണായി? ക്വസ്റ്റ്യൻ നമ്പർ 8 മൊത്തത്തിൽ 19. ഓക്കെ, 9 ആണ് നമ്മൾ അഡീഷണൽ പറഞ്ഞ 10 കൂടെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഡാഷ്. It is the duty of dash. It is the duty of dash to describe the patient. To describe the patient about the content, CONTENTS, contents of, about the contents of admission form and its purpose. അതിന്റെ ഉദ്ദേശവും. അഡ്മിഷൻ ഫോം ഒക്കെ വ്യക്തമാക്കി കൊടുക്കേണ്ട ഒരു ജോലിയുള്ള ഒരാളുണ്ട് അവിടെ. ധാരണ ജോലിയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അനദർ 10 questions കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ വേഗം ഒന്ന് ആൻസർ ചെയ്തേ. പെട്ടെന്ന് എഴുതിയിട്ട് പെട്ടെന്ന് പറയാട്ടാ, സമയം പോകും അല്ലെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി. രണ്ടാമത് പറഞ്ഞതില് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി കേട്ടോ. പുറത്തുനിന്നായി വീണ്ടും പഠിക്കണ്ട, അല്ല വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പറയാലോ. കിട്ടിയ ആൻസേഴ്സ് ഒക്കെ? തരില്ല. ഒന്നാമത്തെ ആൻസർ എന്തെങ്കിലും കിട്ടിയോ? യെസ്, റെഫറൽ പേഷ്യൻസിനെ വെച്ച് നോക്കുമ്പോൾ റെഫറൽ പേഷ്യൻസ്, അതായത് അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നേ, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടോ അതാണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു. അത് നേരത്തെ പറഞ്ഞില്ലേ? 3 എന്നുള്ളതാണ് അല്ലെ. അതായത് എത്ര കോപ്പീസ് നമ്മുടെ റെഫറൻസ് ആയിട്ട് വരുന്ന പേഷ്യൻസ് മറ്റ് ക്ലിനിക്കുകളിൽ നിന്നോ മറ്റ് ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയിട്ടൊക്കെ റെഫർ ചെയ്ത് വരുന്ന പേഷ്യൻസ് ഇല്ല. അപ്പൊ അവരുടെ കയ്യിൽ അവരുടെ എന്താ പറയാ ഡാറ്റാസ് അല്ലെങ്കിൽ അവരെ കുറിച്ച് ഉള്ള അത്രയും നേരം കൊടുത്ത ട്രീറ്റ്മെന്റോ അതിനെ കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ഒരു കോപ്പി എന്താ പറയാ ഒരു ഇതുണ്ടായിരിക്കും അവരുടെ കയ്യില്. അതിന്റെ ഒരു 3 കോപ്പീസ് ആണ് അവർ കൊണ്ടുവരേണ്ടത്. അതായത് ഹോസ്പിറ്റൽസിലേക്ക് വരുമ്പോ ആ 3 കോപ്പി എടുക്കുന്നു. അതിൽ 2 കോപ്പി അവിടെ തന്നെ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിട്ട് 3rd കോപ്പി ആളുടെ കയ്യിലേക്ക് തന്നെ വെക്കും. അത് തിരിച്ച് അതിനകത്ത് റെഫറൻസ് ഒക്കെ കഴിഞ്ഞ് എന്താ പറയാ വീണ്ടും എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ
അടക്കം അത് തിരിച്ച് ആ എവിടെ നിന്നാണ് കൊടുത്ത് അവിടേക്ക് തന്നെ തിരിച്ചയക്കും അല്ലെ. അപ്പൊ 3 കോപ്പീസ് 3 കോപ്പീസ് എന്നുള്ളതാണ് അതിന്റെ അകത്ത് ആൻസർ വരിക. ആൻഡ് നെക്സ്റ്റ് വൺ അടുത്ത ഏതായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറ, സമയം പോലും. all dash reports of casualty patients. അതായത് കാഷ്വാലിറ്റി പേഷ്യൻസ്, കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിന്റെ അവരുടെ കാഷ്വാലിറ്റിയിലെ കുറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു ഫോം ഉണ്ട്, കാഷ്വാലിറ്റി ഫോം. അതിന്റെ ഒപ്പം തന്നെ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, ആ പേഷ്യന്റിൽ എന്തൊക്കെ ചെക്ക് ചെയ്തു, എന്തൊക്കെ പരിശോധന നടത്തി, എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റുകൾ നടത്തിയോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും റിപ്പോർട്ടും ഈ കാഷ്വാലിറ്റി ഫോമിന്റെ ഒപ്പം ഫിക്സ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ഇതിനൊപ്പം തന്നെ അയച്ചിരിക്കുന്നു ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ പിന്നീട് ആ പേഷ്യന്റിനെ കൊണ്ടുപോകണേ. അപ്പൊ അതിന്റെ ഒപ്പം ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ചേക്കണം, അല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകരുത്. അതാണ്. അപ്പൊ ഓൾ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, എല്ലാ രോഗനിവാരണത്തിന് വേണ്ടി നടത്തിയ ഇൻവെസ്റ്റിഗേഷൻസിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ ഈ കാഷ്വാലിറ്റി ഫോമിന്റെ ഒപ്പം തന്നെ ഫിക്സ് ചെയ്തിരിക്കണം എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Dash office will be working around the clock and also is responsible for admission of patients. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാനും 24 മണിക്കൂറും എപ്പോഴും സമയത്തിന് ഒന്നും ഒരു പ്രാധാന്യമൊന്നുമില്ല. അവിടെ എല്ലാ സമയവും വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അന്നേരം അവിടെ അതിന്റെ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഓഫീസ് അവിടെ ഉണ്ട് ഹോസ്പിറ്റൽസിൽ. അഡ്മിഷൻ ഓഫീസ് ആണ് അതിന്റെ ഉത്തരം. അഡ്മിഷൻ ഓഫീസ് വർക്കിംഗ് 24 hours ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് പേഷ്യൻസ്. ഓക്കെ, എന്ത് പേഷ്യൻസാ? അതായത് ഹോസ്പിറ്റൽസിൽ നിന്ന് ഓടിപ്പോവുക, പറയാതെയൊക്കെ ചിലപ്പോ പോകും, വാർഡുകളിൽ നിന്ന് മിസ്സാകുന്ന പേഷ്യൻസ്, ഇവർക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ആബ്സ്കോണ്ടഡ് പേഷ്യൻസ്. ആബ്സ്കോണ്ടഡ് പേഷ്യൻസ് എന്നാണ് അവരെ വിളിക്കുന്ന പേര്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡാഷ്, ഇന്ന ആളില്ലെങ്കിൽ ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. പേഷ്യൻസ് അങ്ങനെ ചിലപ്പോ മരണശൈലിയിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഇതായിരിക്കും. സോ അവര് ലാസ്റ്റ് ടൈമിങ്ങിൽ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ട് അവര് ചിലപ്പോ ബില്ലൊക്കെ എഴുതും അല്ലെ, ബിൽപത്രമൊക്കെ എഴുതുന്ന സമയത്ത് ആ സമയത്ത് ആരുടെ സാന്നിധ്യത്തിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്? മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരിക്കണം. ബട്ട് ഇൻ കേസ് ഓഫ് ദ മജിസ്ട്രേറ്റ്സ് ആബ്സെൻസ്, എന്നാൽ മജിസ്ട്രേറ്റ് ആ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തിൽ സിറ്റുവേഷൻസില് ആളുടെ അഭാവത്തില് എന്ത് ചെയ്യേണ്ടി വരും? 3 ആളുകളാണ് അതിന് പകരക്കാരായിട്ട്. ഈ 3 പേരിൽ ആരെങ്കിലും വേണമെന്നല്ല കേട്ടോ, ഒരു 3 പേരുണ്ടായിരിക്കും. ആരൊക്കെ ഉണ്ടായിരിക്കാം? ട്രീറ്റിംഗ് ഫിസിഷ്യൻ, പിന്നെ ഒരു നഴ്സ്, പിന്നെ നമ്മളാരാ? നമ്മൾ എന്തിനാ ഈ പഠിക്കുന്നേ? ആരാകാനാ പഠിക്കുന്നേ? അതെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. നമ്മളായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും അവരും പിന്നെ ആ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ, പിന്നെ ബന്ധപ്പെട്ട ഒരു നഴ്സ്, ഇവർ 3 പേരുടെയും സാന്നിധ്യം വേണം. ഏതെങ്കിലും ഒരാൾ മാത്രം നിന്നിട്ടേ നടക്കൂല. കാരണം ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് അതായത് മരണം അടുത്ത് വരുന്ന പേഷ്യൻസ് എഴുതി വെക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് എഴുതി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് കൊണ്ടുവരാൻ, കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് യാതൊരു തരത്തിലും അതിന് ഒരു എന്താ പറയാ തടസ്സവും കൂടാതെ ഇത്രയും ആളുകളെ നിർത്തിയിട്ട് വേണമെങ്കിലും ഇല്ലൊക്കെ എഴുതി തയ്യാറാക്കാൻ. അല്ലെങ്കിൽ ഈ ഒരാൾ മതി. ആര്? മജിസ്ട്രേറ്റ് ഇല്ലെങ്കിലത്തെ പക്ഷം മാത്രമാണ് ഈ പറയുന്ന ഒരു എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് തന്നെയാണ് വേണ്ടത്. നെക്സ്റ്റ് വൺ. അടുത്ത എന്താ? അടുത്ത ക്വസ്റ്റ്യൻ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡാണ്. അതെ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഷുഡ് നോട്ട് ബി ഫയൽഡ്. നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ എന്ത് ചെയ്യണം? ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വെക്കണം വിത്തൗട്ട് ഫയലിംഗ്. പക്ഷെ അത് ഫയൽ ചെയ്യാൻ പറ്റൂല. ഫയൽ ആണെങ്കിൽ ഒറിജിനലിനെ കണ്ടുപിടിച്ച് ട്രേസ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഒറിജിനൽ മാത്രമാണ് എന്ത് ചെയ്ത് ഫയൽ ചെയ്യാൻ പാടുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ഒരു താൽക്കാലികമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ചില പ്രൊസീജിയേഴ്സ് ചിലപ്പോൾ ഫോർവേഡ് ചെയ്യണമെങ്കിൽ, പിന്നെ അടുത്ത ട്രീറ്റ്മെന്റ് ഇനി ആ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ ടെസ്റ്റുകളുടെ മറ്റു റിപ്പോർട്ടുകളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും റെക്കോർഡ് മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ കാണുന്നില്ല പെട്ടെന്ന്, പക്ഷേ ഈ രോഗിക്ക് വേണ്ട രീതിയിലുള്ള ബാക്കിയുള്ള ഫർദർ ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ അതില്ലാതെ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം? തൽക്കാലത്തേക്ക് നമുക്ക് മറ്റ് ഇൻഫോർമേഷൻസിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് ആളിനെ സംബന്ധിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അത് അധികം നേരം ഉപയോഗിക്കാൻ പറ്റില്ല. As soon as possible, the original one should be
ഫൈൻഡ് ആവുന്നത് അല്ലെ? അത് പെട്ടെന്ന് തന്നെ നമ്മൾ അത് കണ്ടുപിടിക്കാം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഫയൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ അടുത്തേതാണ് മെഡിക്കോ ലീഗൽ കേസസ് ആണ്. എന്താ പറഞ്ഞേ? ഡാഷ് രജിസ്റ്റർ റീറ്റെയിൻഡ് ഇൻ ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇന്ന രജിസ്റ്റർ എന്താ പറയാ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോളിൽ എന്ത് ചെയ്യണം വെച്ചിരിക്കണം. എന്ത് മെഡിക്കോ ലീഗൽ കേസസ് ആണോ? അല്ല, ആ കേസിനെ സംബന്ധിക്കുന്ന രജിസ്റ്റർ അല്ലെ? സെൻട്രൽ മെഡിക്കോ ലീഗൽ കേസസ് റിപ്പോർട്ടുകളാണ്, അതിന്റെ രജിസ്റ്റർ ആണ് കീപ്പ് ചെയ്യേണ്ടത് അല്ലെ? അത് മെഡിക്കൽ ഓഫീസർ ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ കൺട്രോളിലായിരിക്കണം ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അത്തരം റിപ്പോർട്ടുകൾ കൈവശം വെക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഡാഷ് ആർ ദോസ് ഹു ആർ ലുക്കിംഗ് ആഫ്റ്റർ ദ പേഷ്യന്റ്. പേഷ്യന്റിനെ ആധികാരികമായി നോക്കാൻ എന്താ പറയാ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവര്, അതുപോലെ ആളെ നോക്കുന്ന മെഡിക്കൽ ഓഫീസർ, അതായത് ഡോക്ടേഴ്സ്, അതുപോലെ നേഴ്സ്, പേഴ്സണൽ നമ്മുടെ പാരാമെഡിക്കൽ പേഴ്സണൽസ്, അതുപോലെ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഓതറൈസ്ഡ്. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ? വളരെ വിശ്വാസത്തോടെ നമ്മൾ എന്താ പറയാ വിശ്വാസ്യത നിലനിർത്തുന്ന രീതിയിൽ വളരെ സീക്രട്ട് ആയിട്ടൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ആക്ച്വലി എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എടുത്ത് റിലീസ് ചെയ്യാൻ പറ്റുന്നതല്ല പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ്. സോ അതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കണം. എന്നാൽ ചില വേണ്ടപ്പെട്ട അധികാരികൾക്ക് ദേ ക്യാൻ റിലീസ് ദ ഇൻഫർമേഷൻ. അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ചിലവര് നിർബന്ധമായിട്ട് ഫോഴ്സ്ഫുള്ളി നമ്മളത് അവർക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ളവരാരാ? ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ, നേഴ്സ്, പാരാമെഡിക്കൽ ഓഫീസേഴ്സ്, അതായത് പ്രൊഫഷണൽസ്, പിന്നെ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിർബന്ധമായിട്ട് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അവർക്കൊക്കെ അത് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ലാസ്റ്റ് വൺ, ഇവന്റ്സ് ലൈക്ക് ബർത്ത്, ഡെത്ത്, ഫൈറ്റൽ ഡെത്ത്സ് should be reported to the civil registration authority. സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റീസിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നാൽ അത് അപ്പൊ തന്നെ അവരെ വിളിച്ച്, നമ്മളല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അത് വിളിച്ച് അവിടെ അറിയിക്കണം. ബർത്ത്, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ, ഫൈറ്റൽ ഡെത്ത്, ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ മരിച്ചാല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് സിവിൽ രജിസ്ട്രേഷൻ സെന്ററിൽ അറിയിച്ചിരിക്കണം, അവരെ അതോറിറ്റീസിനെ അറിയിച്ചിരിക്കണം. കാരണം നമ്മളുടെ ജനനവും മരണവും ഒക്കെ എല്ലാം നമ്മളുടെ എന്താ പറയാ നമ്മുടെ ഗ്രോസ് ആയിട്ടുള്ള എന്താ പറയാ നമ്മുടെ ദേശീയ തലത്തിലുള്ള പോപ്പുലേഷൻ ഒക്കെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൻസസ് എടുക്കുന്നതിനും ഒക്കെ. അത് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പരമായിട്ടൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. സോ ഇതെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്ത് കാണിക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ ആണോ? അവസാനത്തെ ക്വസ്റ്റ്യൻ ആണോ? അഡ്മിഷൻ ക്ലർക്ക് ആണ്. വെരി ഗുഡ്. അഡ്മിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന ആള് ഹോസ്പിറ്റലിലെ അഡ്മിഷൻ ഓഫീസിലാണ്, അവിടെ വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ കുറിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ക്ലർക്ക് ഉണ്ട്, അഡ്മിഷൻ ക്ലർക്ക്. ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സ്പ്ലെയിനിങ് ദ കണ്ടന്റ് ഓഫ് ദ അഡ്മിഷൻ ഫോം. ഈ അഡ്മിഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, അതിന്റെ കണ്ടന്റ് എന്താണ് ഇതിന്റെ പർപ്പസ്, ഈ അഡ്മിഷൻ ചാർട്ട് കൊണ്ട് അല്ലെങ്കിൽ ഫോം കൊണ്ട് എന്താണ് അതിന്റെ ഉദ്ദേശം, എന്താണ്, ഇതൊക്കെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് അവിടെ അവർക്ക് പേഷ്യൻസിന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ചിലപ്പോ ഇവർക്ക് വായിക്കാൻ പറ്റാത്തത് കൊണ്ടുണ്ടാവാം, ചിലപ്പോ അസുഖമായതുകൊണ്ട് മാത്രം വായിക്കാൻ പറ്റാത്തത്. അപ്പൊ എന്തൊക്കെയാണ് ഇങ്ങനത്തെ എഴുതി പിടിപ്പിച്ചതെന്ന് അറിയണ്ടേ? എന്നിട്ടാണ് അത് അവർക്ക് അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കാൻ വ്യക്തമായിട്ട്, എന്നിട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം അവരോട് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ അടുത്ത ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസിൽ വരിക. ഇനി പിന്നെ നമുക്ക് കുറെ എന്താ പറയാ ഡാറ്റാസ് ആണ്, ക്ലിനിക്കൽ ആയിട്ടുള്ള കുറെ ഡാറ്റാസിന്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഓരോ എക്സ്പ്ലനേഷൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കിയാൽ ഡാഷ് ഈസ് ദ data about the patients dash is the data about the patients to help the physician in deciding a diagnosis. ഇൻ ഡിസൈഡിങ് എന്ത് ചികിത്സ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കളക്ട് ചെയ്യുന്ന ഡാറ്റ. ഇൻ ഡിസൈഡിങ് എ ഡയഗ്നോസിസ്. എന്താ ഇതിന്റെ ഉത്തരം? ആൻസർ എന്താ?
ആർക്കറിയാം? ഇത് ഒരു രോഗിക്ക് എന്താണ് അസുഖം, അതിന്റെ ആ അസുഖത്തിനുള്ള ചികിത്സ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു ചെറിയ ഒരു ഇൻഫോർമേഷൻ കൊടുക്കൂലേ ആൾക്ക്. അത് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്ത് രോഗനിവാരണം നടത്തണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് അതിനുവേണ്ടി കളക്ട് ചെയ്യുന്ന ഡാറ്റ, അതിനൊരു പേര് പറയുന്നു. എന്താ അത്? ബേസ് ലൈൻ ഡാറ്റ. യെസ്, ഗുഡ്. ബേസ് ലൈൻ ഡാറ്റയാണത്, ബേസ് ലൈൻ ഡാറ്റ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് dash is a written or written or oral order, oral orders, ORDERS, order oral orders constituting ന്റെ കൂടെ ഒരു ing ചേർക്കുക, ഈ വേണ്ട. constituting the physician's directions, physicianന്റെ കൂടെ ഒരു apostrophe ഇടുക, physician's direction to nursing and auxiliary services. ആ രോഗിക്ക് ഇന്ന ചികിത്സ കൊടുക്ക്, ഇന്ന രീതിയിൽ ശുശ്രൂഷിക്ക്, അല്ലെങ്കിൽ വേണ്ട സേവനങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഫിസിഷ്യന്റെ എഴുതിയതോ അല്ലെങ്കിൽ വാക്കാലോ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ ചില എന്താ പറയാ ഓർഡേഴ്സ്, ആ ഓർഡേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഓർഡർ എന്ന് വിളിക്കും. യെസ്, ഫിസിഷ്യൻസ് ഓർഡർ. വെരി ഗുഡ്, ഫിസിഷ്യൻസ് ഓർഡർ ആണ്. ഓക്കെ, അടുത്തത് ഡാഷ് കൺസിസ്റ്റ് ഓഫ് അഡ്മിഷൻ നോട്ട്. സമയം തീരാറായതുകൊണ്ടാണ് 1 by 1 ആയിട്ട് പറയാം കേട്ടാ. അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട് ആൻഡ് ഫൈനൽ നോട്ട്. ഇതെല്ലാം അടങ്ങുന്ന ആ ഒരു നോട്ടിനെ എന്ത് വിളിക്കും? അഡ്മിഷൻ നോട്ട്. അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള നോട്ട്. ഫോളോ അപ്പ്, അതായത് അതിനിടയ്ക്ക് എല്ലാ ദിവസവും ചെന്ന് റൗണ്ട്സിനൊക്കെ ചെല്ലുമ്പോൾ അയാളെ കുറിച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. കാരണം ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്ന സമയത്ത് ആ വരുന്ന സ്റ്റേജ് ആയിരിക്കില്ല പോകുന്ന സമയത്ത്, അല്ലെ? അത് ഇമ്പ്രൂവ് ആയിട്ട് രോഗം മാറി ഭേദമായിട്ട് ഒക്കെ വരും, അല്ലെ? അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കും. അതങ്ങനെ നോട്ടുകളായിട്ട് ഡോക്ടേഴ്സ് അത് കുറിച്ച് വെക്കാറുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേര് പ്രോഗ്രസ് നോട്ട്സ് എന്നാണ്. ഇനി അതിന്റെ താഴെ നമ്മൾ കുറെ പ്രോഗ്രസ് നോട്ട്, പാത്തോളജി റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്, TPR അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ പഠിച്ചിട്ടുണ്ട്. നഴ്സിംഗ് നോട്ട്, നഴ്സുമാർ തയ്യാറാക്കുന്നത്, TPR ചാർട്ട്, മെഡിക്കേഷൻ ഷീറ്റ്, ഒത്തിരി കാര്യങ്ങൾ. അതൊക്കെ നമ്മളിവിടെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങളോട് ഞാൻ എഴുതി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സുകളുടെ നമ്പറിംഗ് സിസ്റ്റം, അല്ലെ? നമ്പറിംഗ് സിസ്റ്റം ഏതൊക്കെയുണ്ട്? ആ നമ്പറിംഗ് സിസ്റ്റത്തിന്റെ ഒക്കെ പ്രത്യേകതകൾ പഠിച്ചു വെക്കാം. ഓരോന്നും എങ്ങനെയാണെന്ന്. സീരിയൽ നമ്പറിംഗ് സിസ്റ്റം ഉണ്ട്, യൂണിറ്റ് നമ്പറിംഗ് സിസ്റ്റം ഉണ്ട്, സ്ട്രേറ്റ് ന്യൂമറിക് ഉണ്ട്, ടെർമിനൽ ഡിജിറ്റ് ഉണ്ട്. ഓരോന്നിനും അതിൻ്റെതായ രീതിയിലുണ്ട്. ഓക്കെ, പിന്നെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. പിന്നെ നമ്മൾ SOMR, POMR, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡും ഉണ്ട്. അതുപോലെ തന്നെ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, അതിന്റെയൊക്കെ ഫുൾ ഫോം. പിന്നെ എന്താ പറയാ, സോപ്പിംഗ്, SOAP എന്ന് പറയുന്ന സോപ്പിന്റെ ഫുൾ ഫോം, അതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്, നന്നേ തന്നെ മാർക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മളുടെ എക്സ്ട്രാ നമുക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ തന്നെയായിരുന്നു മാർക്ക് ചെയ്തുകൊണ്ട് വന്നത്. സോ നിങ്ങൾ ഹാപ്പി ആയോ? ഇനിയെല്ലാം നിങ്ങളുടെ കൈകളിലേക്കാണ് തരുന്നത്. ബിക്കോസ് ഇത്രയും ഒരു 6 മാസക്കാലം നമ്മൾ ഇവിടെ എന്താ പറയാ ഒരു കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, കേട്ടു, പഠിച്ചു. ഇനിയും കുറച്ചൊക്കെ പഠിക്കാൻ ബാക്കിയിരിക്കേണ്ടത്, അതൊക്കെ പഠിക്കുക തന്നെ വേണം. എക്സാമിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒന്നും പഠിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക. അപ്പൊ മറ്റേത് എക്സാമിന് വേണ്ടി പഠിക്കാന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു രക്ഷപ്പെടലാണ് നമ്മൾ. പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വേഗം, അങ്ങനെയല്ല. നമ്മൾക്ക് വേണ്ടി കൂടി പഠിക്കാം. നമ്മൾക്ക് വേണ്ടി പഠിക്കുമ്പോഴും എന്ത് പറയും, നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് ചെതഞ്ഞ് നോക്കി ഓരോന്നിന്റെയും സംശയം നമ്മൾ വരുമ്പോ അപ്പൊ തന്നെ ബുക്കി തുറന്ന് ആ ബുക്കിൽ നിന്ന് ആ സംശയം നമ്മൾ തന്നെ സ്വയമായിട്ട് ക്ലിയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടി പഠിക്കുന്നതാണ്. നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റിനൊക്കെ നമ്മളുടെ വായനയാണ് അവിടെ ഇമ്പോർട്ടന്റ്. അതായത് ക്വസ്റ്റ്യൻസ് എഴുതി അത് പഠിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് നമുക്ക് ഈസി ചെയ്യാം.
എളുപ്പത്തിൽ കൂടി ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ നോളജിനെ ഡെവലപ്പ് ചെയ്ത് പഠിക്കണമെങ്കിൽ നമ്മൾ വായിച്ച് തന്നെ പഠിക്കണം. ഓരോ സെന്റൻസും നമ്മുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ണോടിച്ച് പഠിക്കണം. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കും, ഓർമ്മയിലിരിക്കും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കും. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. കാരണം നിങ്ങളൊക്കെ 6 മാസക്കാലം നമ്മളൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മുഖമൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് എല്ലാ ദിവസവും കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഒന്നും മുഖം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ട് കിടക്കാണല്ലോ അല്ലെ? എപ്പോഴെങ്കിലൊക്കെ നമ്മള് കണ്ടുമുട്ടാനായിട്ട് ഇടയായാൽ നിങ്ങൾ കൂടി വന്ന് എന്ത് ചെയ്യണം? നമ്മളെ പരിചയപ്പെടണം. ബിക്കോസ് നിങ്ങളുടെ മുഖം ഞങ്ങൾക്ക് അറിയില്ലല്ലോ അല്ലെ? പിന്നെ മാത്രമല്ല, ഞാനൊക്കെ ഒത്തിരി കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. മീൻസ് ഒത്തിരി വേറെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ, പിജിയും ഡിഗ്രിയും ഒക്കെ ചെറുത് തുടങ്ങി വലിയ കുട്ടികൾ വരെ. അപ്പൊ എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികളുമായിട്ട് ഒത്തിരി എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ്. അതിന്റെ ഒപ്പം ഒരു എക്സ്ട്രാ കൂടി നമുക്ക് കിട്ടി. ഇങ്ങനെയുള്ള ഒരു കുറച്ച് സ്റ്റുഡൻസിനെയും കൂടിയും നമ്മുടെ സ്റ്റുഡൻസ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അത് മറ്റൊരു വലിയ കാര്യം. മാത്രമല്ല, ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലെ, നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികള്, കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള കുട്ടികള് അല്ലെ, ഇപ്പൊ എന്താ പറയാ +2 അല്ലെങ്കിൽ ഡിഗ്രി PG വരെയുള്ള കുട്ടികളൊക്കെ ഒരു 5, 6 ക്ലാസ് കൂടെ 8 ഇങ്ങനെ ഒത്തിരി കുട്ടികളെ നമ്മൾ ചേർത്ത് പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇങ്ങനെ കുറെ കുട്ടികളെ കൂടി കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മള് വളരെ പ്രൗഡാണ്. ചുമ്മാ പറയുന്നതല്ല, ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുട്ടികളെ, എനിക്കിത് അവിടെ സ്റ്റുഡന്റ് ഉണ്ട് കേട്ടോ. എന്നത്തെ എന്താ പറയാ, ഇടുക്കി ജില്ലയിൽ എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്, അവരെ ഞാൻ ഇന്നത് പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ പ്രൗഡ് തന്നെയായിട്ടാണ് തോന്നുന്നത്. ഏതെങ്കിലും സമയത്ത് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കണം എന്നാണ് ആഗ്രഹം. സാധിച്ചാൽ നമുക്ക് കണ്ടുമുട്ടാം. അതല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കാണുമ്പോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഓടി വരിക, പരിചയം പുതുക്കുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ എല്ലാ പഠനത്തിലായാലും നിങ്ങളുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനും നല്ല വിജയത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് വളരെ ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്താനും ഒക്കെ എല്ലാ അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കും. ആൻഡ് വി വിൽ പ്രേ ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. ഓക്കെ. അപ്പോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവരും നല്ല രീതിയിൽ എക്സാംസ് എഴുതാനായിട്ടൊക്കെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ നമ്മളെ കാണാനായിട്ട് വരില്ലേ അല്ലെ? അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ അത് റിജക്ട് ചെയ്യുമോ? ഇഫ് യു ഹാവ് ഗോട്ട് എനി ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് us, maybe in the form of certification, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് കാണാൻ ഒരു അവസരം തന്നാൽ നിങ്ങളോട് വേണമെങ്കിൽ ഞാൻ ചോദിച്ചേക്കാം. കാരണം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ സ്റ്റേറ്റിലാണല്ലോ ഓരോരുത്തരും. അപ്പൊ ഇപ്പൊ ഒരു 10-100 കുട്ടികളുണ്ട്. നമ്മൾ സർട്ടിഫിക്കേഷൻ ഒക്കെ വെച്ചാണ് നിങ്ങൾ വരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ yes or no പറയൂ, yes പറയോ no പറയൂ? ഷുവർ, ഓഫ് കോഴ്സ് വരുന്നതാണ്. അപ്പൊ മെജോറിറ്റി ഒക്കെ കുട്ടികളൊക്കെ ചിലപ്പോ അങ്ങനെ ആവശ്യപ്പെട്ടാലൊക്കെ ചിലപ്പോ നടക്കുമായിരിക്കും. കുറെ പേരൊക്കെ പറ്റില്ല, ഇങ്ങനെ കാര്യങ്ങളുണ്ട്, കുറച്ച് നമുക്ക് നമ്മുടേതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ചിലപ്പോ വരാൻ പറ്റില്ല എന്നൊരു പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റേതായ ഒരു കാര്യം ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. ഓക്കെ. ഇത്രയും നാളും ഞങ്ങളോടൊപ്പം എന്താ പറയാ ഒപ്പം നിന്നു. നിങ്ങളെ പല കാര്യങ്ങൾക്കും നിങ്ങളുടേതായ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കാനും അല്ലെ, നമുക്ക് അതിന് നിങ്ങൾ കൂടുതൽ നമ്മളോട് ആ രീതിയിൽ ചെയ്ത് എന്താ പറയാ ഒത്തു നിന്നത് കൊണ്ടാണ് നമ്മൾക്കും ആ ഒരു ക്ലാസ്സിൽ വന്ന് ക്ലാസ്സിൽ എടുക്കാനും ആ ഒരു എനർജി വരുന്നത്. നമ്മളെ ശ്രമിക്കുന്ന ആളുകളും എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ എനർജി പുറത്തേക്ക് വരുള്ളൂ അല്ലെ? എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ വലിയ ഡള്ളായിട്ട് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കാവുന്ന ഒരു അസുഖം പെട്ടെന്ന് ഒരു പനി വന്നപ്പോ മാത്രം എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരുന്നു. ഞാനന്ന് ക്ലാസ് എടുത്തപ്പോ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സില് ഒരു രീതിയിൽ ഒട്ടും വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ എഴുന്നേറ്റ് ലാസ്റ്റ് ആയപ്പോ ഒട്ടും വയ്യാത്തത് കൊണ്ട് ഒരു മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാതെ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും വെരി ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എല്ലാവരും നന്നായിട്ട്